SFIക്കാർ അവിടെ ഇരിക്കടാ. നിങ്ങളെ മൂത്ത കമ്മിയാടാ പറയണത്. ഇരിക്കടാ അവിടെ. നമ്മളെ റഹീം ക SFIക്കാരെ ഇരുത്താൻ നടക്കുക സമരത്തിൻ്റെ ഇടയിൽ. അതാണിപ്പോൾ നമ്മൾ കണ്ടത്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് മുടങ്ങിക്കിടന്ന സെക്രട്ടേറിയറ്റ് ഉത്സവം, തെരുവ് ഉത്സവം, അതൊക്കെ പുനരാരംഭിക്കുകയാണ് ഇപ്പോൾ. നമ്മളെ റഹീംക്ക പറയുന്നുണ്ട് VD സതീശൻ്റെ പോലീസാണ്. ഇതിൻ്റെ മുന്നും കുറേ ഉണ്ടായിനി. ചെടിച്ചട്ടി കൊണ്ട് അടി, ഹെൽമെറ്റ് കൊണ്ട് അടി, അല്ലേ, ഗൺമാന്മാരടി, നേരത്തെ അടിയിനി. അന്ന് ഗവർണറെ തടയാൻ വേണ്ടി പോയപ്പോഴൊക്കെ പോലീസുകാർ നിങ്ങൾ ആക്രമണം കണ്ടുകാണ്ട് വിട്ടുന്ന്. തൊടാൻ പറ്റൂലല്ലോ, SFI DYFI അല്ലേ, ഭരണകർത്താക്കൾ ആൾക്കാരല്ലേ. ഇതിനെതിരെയൊക്കെ കുറേ മുറവിളി കൂട്ടിയിരുന്നു UDFും കോൺഗ്രസും മുസ്ലിം ലീഗൊക്കെ. എന്തെങ്കിലും നടപടി ഉണ്ടായിനോ? ഇല്ലല്ലോ, ഒരു നടപടിയില്ല. അന്ന് പോലീസ് SFIനും DYFIനെയൊക്കെ പേടിച്ച് മാറി നിന്ന്, അന്ന് ആ മാറി നിന്നതൊക്കെ ഒന്ന് കൊടുക്കാൻ തുടങ്ങി. എന്താ ഇപ്പോൾ സംശയം? എന്തിനാ റഹീംക്ക അങ്ങനെ നെഞ്ഞു പൊട്ടറ്? SFIക്കാരോട് ഇരിക്കടാ. ഒന്നുകൂടി കണ്ടോളി. കിരീടത്തിൽ തിലകം പറയുണ്ടല്ലോ, നിന്റെ അച്ഛനാടാ പറയുന്നത് കത്തി താഴെ എന്ന് പറഞ്ഞ മാതിരി നിൻ്റെയൊക്കെ മൂത്ത കമ്മിയാടാ പറയുന്നത് ഇരിക്കടാ അവിടെ. ഇപ്പം എങ്ങനെയുണ്ട്? ഒരു 10 ദിവസമോ 5 ദിവസമൊക്കെ ആയിട്ടുള്ളൂ ഭരണം മാറിയിട്ട്. ഇപ്പോൾ തുടങ്ങി. ഇപ്പോൾ പോലീസ് കൊള്ളരുതാത്തവരാ. പോലീസ് രമേശ് ചെന്നിത്തലിൻ്റെ പോലീസായി, VD സതീശൻ്റെ പോലീസായി. അന്ന് ജനകീയ പോലീസേനി. കാരണം ബല വേത്ത് തൊടൂലേനി. ബലെല്ലാത്തോലൊക്കെ പോലീസ് തല്ലു. യൂത്ത് ലീഗിനെ, MSFനെ, KSUവിനെ, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ബലൊക്കെ അന്ന് പോലീസ് തല്ലും. ബല മാത്രം മേത്ത് തൊടൂല പോലീസ്. എന്തെല്ലാം കോലാഹലങ്ങളാണ് ആ ഗവർണർക്കെതിരെയൊക്കെ ഉണ്ടാക്കിയത്. അവസാനം ഗവർണർ കേന്ദ്രത്തിൻ്റെ പോലീസിനിറക്കി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അല്ലേ. ബല നരനായായിട്ട് പോലീസുകാർ കണ്ടു നിന്നു. അതിൽ കുറച്ചൊക്കെ ഉളുപ്പുള്ള പോലീസുകാരുണ്ടാവുമല്ലോ നീതി നടത്തണം എന്നുള്ളത്. ഓൽക്കൊക്കെ ഇപ്പോൾ ഒരു അവസരം കിട്ടിയതാണ്. അപ്പോൾ കൊടുക്കൽ തുടങ്ങിയപ്പോൾ നമ്മളെ റഹീംക്ക നെഞ്ഞു പൊട്ടി വരും. 5 കുട്ടികൾ, എൻ്റെ കുട്ടികളെ മേത്ത് തൊട്ട് രമേശ് ചെന്നിത്തലിൻ്റെ പോലീസ്. അപ്പോൾ അലറി വിളിക്കുകയാണ് ഇപ്പം നമ്മളെ റഹീംക്ക. അപ്പം ഞമ്മക്കിപ്പോൾ ഇതിന് ഒന്നേ പറയാനുള്ളൂ, ആക്രമം ആര് കാട്ടിയാലും പോലീസ് അടിച്ചൊതുക്കണം. ഇപ്പം എന്താ സംഭവം എന്ന് പറയുന്നത്? ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലുണ്ട്. ഇന്ന് രാവിലെ തുടങ്ങിയതാ. ഇന്നലെ തുടങ്ങി അവസാനിപ്പിച്ച് പോയി. 2-3 കയ്യൊക്കെ മുറിഞ്ഞ്. ഇന്നിപ്പോൾ ആ മുറിഞ്ഞോലെ തന്നെ പിന്നെയും വന്നുകാണ്ട് പോലീസുകാരെ ഗുണ്ടകളെ, ഈ പോലീസുകാരെ ഗുണ്ടകളെ എന്ന് 10 ലോല് വിളിച്ചില്ലേ. അതിൻ്റെ കാരണം എന്താ? പിണറായിയുടെ പോലീസ് ഗുണ്ടയാൻ പാടില്ല. രമേശിൻ്റെ പോലീസ് പിന്നെ ഗുണ്ടയായാലും ഓർക്ക് പ്രശ്നമല്ല. അപ്പോൾ അതാ കണ്ടോളി. SFIയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചാണ്. അതിനു നേരെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ മുതൽ തലസ്ഥാനത്തുടനീളം സംഘർഷമുണ്ടായത്. ഇന്നും സംസ്ഥാന വ്യാപകമായി SFIയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. പലയിടത്തും സംഘർഷം ഉണ്ടായി. അക്രമാസക്തമായി മാർച്ച്. അങ്ങനെ ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് ഉച്ചയ്ക്ക് ആരംഭിച്ച മാർച്ചാണ്. അതിൽ വലിയ പോലീസ് സന്നാഹമുണ്ട്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് സ്ക്രീനിൽ. സെക്രട്ടേറിയറ്റ് മാർച്ച് ആരംഭിച്ചതിന് ശേഷം ഇത് 2ാം തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. വിജിൻ വയാന്തോട് ഇവിടെ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജിൻ, മാർച്ച് അക്രമാസക്തമാവുകയാണോ? എന്തായാലും ഇന്നലത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ SFI പ്രവർത്തകരുമായാണ് ഇന്ന് SFI പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയത്. നേരത്തെ തുറന്നിട്ട സമരഗേറ്റ് അത് ഇന്ന് രാവിലെ മുതൽ അടച്ചിട്ടിരുന്നു പോലീസ്. അവിടെ ബാരിക്കേഡ് വെച്ച് പോലീസ് SFI പ്രവർത്തകരെ തടഞ്ഞു. ഇപ്പോൾ ഏകദേശം 8 റൗണ്ടോളം ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. മറ്റ് കൂടുതൽ സംഘർഷങ്ങളില്ല. ബാരിക്കേഡുകൾ മറികടക്കാനും ബാരിക്കേഡ് നീക്കാനുമുള്ള ഒരു ശ്രമം SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ
മുടങ്ങി കിടന്ന ആ ഉത്സവം ഉണ്ടല്ലോ, 10 കൊല്ലമായിട്ട് മുടങ്ങി കിടന്ന ആ ഉത്സവം അത് തുടങ്ങി. കാരണം പാർട്ടിക്ക് ഇനി തിരിച്ചു വരണം. പാർട്ടി 10 ദിവസത്തേക്ക് ഇല്ലാതെയായിരുന്നു. അപ്പോൾ പാർട്ടിക്ക് തിരിച്ചു വരണമെങ്കിൽ ഒന്നൂക്കിൽ പെണ്ണ് അല്ലെങ്കിലോ വെടിവെപ്പ്. അതിന് കുട്ടികളെ രംഗത്തേക്ക് ഇറക്കുക, എന്നിട്ട് അവരെ കൊണ്ട് തല്ലൊടിപ്പ്. ഇപ്പോൾ 2-3 കയ്യൊക്കെ മുറിഞ്ഞാണ് ഇന്നലെ. അപ്പോൾ ഈ ഉത്സവം ഇനി 5 കൊല്ലം തുടരും. 5 കൊല്ലം നീണ്ടു നിൽക്കുന്ന മഹാ ഉത്സവമായിരിക്കും ഇനി നമ്മൾ കാണാൻ പോണത്. അപ്പം നമുക്കിപ്പോൾ ഇതിൽ ഒന്നേ പറയാനുള്ളൂ, ആക്രമം ആര് കാട്ടിയാലും പോലീസ് അടിച്ചൊതുക്കണം. ആര് കാട്ടിയാലും അടിച്ചൊതുക്കണം. അവിടെ രാഷ്ട്രീയം ഭരണമൊന്നും നോക്കരുത്. പക്ഷേ CPM കാലത്ത് ഉണ്ടാവില്ല. CPM പിണറായിൻ്റെ ഭരണമല്ലേ, അത് ഒട്ടും പ്രതീക്ഷിക്കണ്ട. അത് ഏത് തീവ്രവാദികളെയും ഏത് ഗുണ്ടകളെയും ഏത് അക്രമകാരികളെയും രക്ഷിച്ചെടുക്കുന്ന പണി ഇനി പിണറായി സഖാവിന്. കാരണം എന്താ വെച്ചാൽ ഇവരെയൊക്കെ സപ്പോർട്ട് പിണറായിക്ക് വേണമായിരുന്നു. രക്ഷപ്പെട്ട് കഞ്ഞുപിടിച്ച് പോകണ്ടേ, അതിന് ഇവരൊക്കെ സപ്പോർട്ട് വേണമായിരുന്നു. എന്തെല്ലാം അക്രമങ്ങളാണ് DYFIയും SFIയും ഒക്കെ അയച്ചു വിട്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നവകേരള ബസ്സിന് പോലീസ് കാവലുണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൂടി നടത്തുകയാണ്. കല്ലെടുത്തെറിയാൻ പോയില്ല. ഉമ്മൻചാണ്ടിൻ്റെ തല എറിഞ്ഞ് പൊളിച്ച മാതിരി കല്ലെടുത്തെറിയാനൊന്നും പോയിട്ടില്ല, കരിങ്കൊടി കാണിക്കുകയാണ്. ആ കരിങ്കൊടി കാണിക്കുന്നതിന് അറസ്റ്റ് ചെയ്യാനും തടയാനും പോലീസുണ്ട്. ആ പോലീസിനെ വരെ നോക്കുകുത്തിയാക്കി DYFIക്കാർ ഹെൽമറ്റും ചെടിച്ചട്ടി എടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തലക്ക് തല്ലി. അന്നുണ്ടായിന് ഈ പോലീസ്. അന്ന് VD സതീശൻ്റെ പോലീസല്ലേ ഇനി, രമേശ് ചെന്നിത്തലയുടെ പോലീസല്ലേ ഇനി, അന്ന് ജനകീയ പോലീസ്. നിങ്ങൾ പറയില്ല അങ്ങനെ. അപ്പം ഇതൊക്കെ കാലം മാറും, ഭരണം മാറും, ജനാധിപത്യമാണ്. അത് തിരിച്ചറിയണം. റഹീംക്ക, ഇൻ്റെ കുട്ടികളാരാണ് നോച്ചിട്ട് കാര്യമല്ല. നീ കരുതി വിടുക. ഇനി ഐറ്റങ്ങളെ തല്ലുകൊള്ളാൻ വേണ്ടി പോലീസിൻ്റെ മുന്നിലേക്ക് വിടണ്ട. വേണ്ടാത്ത കാര്യത്തിന് വിടണ്ട, ആവശ്യമുള്ളതിന് മാത്രം. ഇപ്പോൾ ഇവിടെ രാജ്യത്ത് ആവശ്യമാണ് പെട്രോൾ ഡീസൽ വില വർധനവ് ഡെയിലി നടന്നു കൊടുക്കുക, ദിവസേന വർദ്ധിച്ചു കൊടുക്കുക. ഇനി നാളെ മറ്റന്നാളൊക്കെ ആയിട്ടുണ്ടാവും വർധനവ്. കാരണം 900 കോടിക്കടുത്ത് പെട്രോൾ കമ്പനിക്ക് നഷ്ടമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെതിരെ ഒന്ന് സമരം ചെയ്യുക റഹീംക്ക, കുട്ടികളെ വിട്ടുകാണ്ട്. ഇപ്പം തുടങ്ങി. ആകെ 10-15 ദിവസമായിട്ടുള്ള അധികാരത്തിൽ കയറിയിട്ട് അപ്പോത്തിന് തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞതാ, ഇനി വരെ നമുക്ക് റോട്ടിൽ കാണാം. എല്ലാ കമ്മികളും ഇനി റോട്ടിൽ കാണാം. സകല എണ്ണ ഉണ്ടാവും ഇനി റോട്ടിൽ, യാതൊരു സംശയകാലത്ത് വേണ്ട. ഈ റോട്ടിൽ തന്നെ ഈ കാര്യം പണി. ഇനി പോലീസിൻ്റെ തല്ല് ഈ കുട്ടികളെ കൊണ്ട് വാങ്ങിക്കും നമ്മളെ റഹീംക്കും കമ്മി നേതാക്കന്മാരൊക്കെ. അതിൻ്റെ കാരണം എന്താണ്? കാരണം പിന്നെ കേരളം കത്തണമെങ്കിൽ എന്ത് വേണം? കത്തണമെങ്കിൽ എന്ത് വേണം? ഒരു 3-4 കുട്ടികളെ തലയൊക്കെ തച്ചൊട്ടിച്ച് ചോരയൊക്കെ ഒഴിച്ച് ജീവനൊക്കെ പോകണം. ഞാൻ കളിയാണ് കളിക്കുക. പാർട്ടിനെ തിരിച്ചുകൊണ്ടേ. മുമ്പൊരു 4-5 എണ്ണത്തിനെയാണല്ലോ MP രാഘവൻ്റെ മുന്നിൽ വിട്ടത്. അവസാനം വെടിവെച്ച് 4-5 എണ്ണം ജീവൻ പോയി. എന്തേ സംഭവിച്ചത്? രക്തസാക്ഷി മണ്ഡപമുണ്ടാക്കി, രക്തസാക്ഷി വിരുവും നടത്തി. പാർട്ടി പിറ്റേന്ന് അധികാരത്തിന് വന്നു. ഇതന്നെ ഉദ്ദേശം. ഒന്നൂക്കിൽ പെണ്ണ് അല്ലെങ്കിൽ ഈ യുവാക്കളെ വിട്ടിട്ട് തെരുവ് നാടകം കളിക്കുക. ഇതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പോൾ പോലീസുകാർ ഇനി വല്ലാതെ നോക്കിക്കൊന്നുമില്ല. പക്ഷേ പോലീസുകാർ ഇത്തരം അക്രമം ആര് ചെയ്താലും അത് തടയാൻ വേണ്ട നടപടി പോലീസ് സ്വീകരിക്കണം. ആര് ഭാഗത്തുനിന്നുണ്ടായാലും, KSUവിൻ്റെ ആയാലും യൂത്ത് കോൺഗ്രസിൻ്റെ ആയാലും ആര് ഭാഗത്തുനിന്നായാലും അതിനുള്ള നടപടി സ്വീകരിക്കണം. അല്ലാതെ പിണറായി തമ്പുരാൻ്റെ മാതിരി അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന കൊടും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു പോലീസ് സേനയായി കേരളത്തിലെ പോലീസ് മാറുന്നത്. ഇവിടെ ഒരു അക്രമം നടക്കണ്ട, സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് പോട്ടെ. ഇപ്പം തന്നെ തുടങ്ങി VD സതീശനെതിരെ പല ആരോപണങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. കാരണം അതാണ്. അപ്പോൾ ഇനി കരുതുക, നേതാക്കൾ ഇനി കരുതേണ്ടി വരും. VD സതീശനായാലും രമേശ് ചെന്നിത്തലയൊക്കെ കരുതേണ്ടി വരും. ഇനി പെണ്ണുങ്ങളൊക്കെ രംഗത്തേക്ക് ഇറക്കും. അതൊക്കെ നല്ലോണം ഭയപ്പെടേണ്ട ടൈമാണ്. കാരണം വെച്ചാൽ ആ ജാതി തിരിച്ചടിയാണ് CPMന് കിട്ടിയത്, LDFന് കിട്ടിയത്, പിണറായിക്ക് കിട്ടിയത്. അതുകൊണ്ട് ആ തിരിച്ചടി മാറ്റിയെടുക്കണമെങ്കിൽ ഈ കുട്ടികളെ കൊണ്ട് തല്ലുപിടിച്ചണം. അതിന് ഈ കുട്ടികളെ തെരുവിക്കിറക്കും. അപ്പോൾ ഇനി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇനി യൂത്ത് കോൺഗ്രസ് അപ്പോഴേ നവകേരളക്കൊരു കരിങ്കൊടി കാണിക്കുന്ന സംഭവമുള്ള ഈ നാട്ടിൽ. ഇനിയിപ്പോൾ നാട്ടിൽ നിന്നും റോട്ടിൽ നിന്നും ഇവർ കയറിപ്പോവില്ല. അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കുക. നേതാക്കളും മന്ത്രിമാരും പ്രത്യേകിച്ചും കരുതിയിരിക്കുക. പെണ്ണ് വരും, അതുപോലെ തന്നെ രക്തസാക്ഷികൾ വരും. അത് തിരിച്ചറിയാനുള്ള കഴിവ് നേതാക്കൾക്കുണ്ടാകണം.